എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാ മീഡിയക്കാർക്കും എന്റെ മാത്രമല്ല നമ്മുടെ ക്രൂ മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആലി ഒരു ഓണച്ചിത്രത്തെ കുറിച്ചാണ്. ആലി എന്റെ രണ്ടാമത്തെ സിനിമയാണ്. ഡയറക്ഷനിൽ ഞങ്ങളുടെ മനഹർ സിനിമാസ് ബാനറിലെ രണ്ടാമത്തെ പ്രൊഡക്ഷനിലാണ് ആലി വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അല്ലെ, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാ പേരെയും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം. എല്ലാവരും ഇതിൽ അഭിനയിച്ചവരും വർക്ക് ചെയ്തവരുമാണ്. ഈ സിനിമ എന്തുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഫാമിലി ചിത്രമാണ്. നിങ്ങൾക്ക് പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതൊരു ഫാമിലി ചിത്രം കൂടെയാണെന്നുള്ളത്. ഇപ്പൊ സമൂഹത്തിന് ആവശ്യമുള്ള കുറച്ച് നല്ല രസകരമായ കാര്യങ്ങളും കോമഡി, ത്രില്ലർ എല്ലാം ഉള്ള ഓണത്തല്ലൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഈ ഓണത്തിന് ഓണസദ്യയായിട്ട് നിങ്ങൾ ഇത് കരുതിക്കൊണ്ട് ഞങ്ങളുടെ സിനിമ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം എന്ന് ഒരു ആവശ്യവും ഒരു റിക്വസ്റ്റുമാണ് എനിക്കുള്ളത്. ഞാൻ ഇതൊന്ന് കൃഷ്ണപ്രസാദ് സാറിന് കൈമാറുകയാണ്. സാറിന് കുറെ പറയാനുണ്ട്. ഒരു ഓണത്തിന് ഇറങ്ങുന്ന, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വലിയ പടങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ ഓണം. എന്തായാലും ആ ഓണത്തിന് നമ്മുടെ നാടൻ വിഭവങ്ങളോടുകൂടിയ ഒരു സദ്യ കഴിക്കുന്ന ആസ്വാദനത്തിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ആലി. ആലി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഹീറോയിന്റെ ഫാദറിന്റെ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയാ, ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ തന്നെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കപ്പിത്താനാണല്ലോ ഡയറക്ടർ എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ തന്നെ ഇന്ന് ഈ ചിത്രം നിങ്ങളുടെ സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഇതൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിജയം തരേണ്ടത് നിങ്ങളാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും തേടുകയാണ്. നന്ദി. വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടുകൂടി ഓഗസ്റ്റ് 14 ആവാൻ ഞാനും കാത്തിരിക്കുകയാണ്. കാരണം ആർട്ടിസ്റ്റ് എന്നുള്ള തലത്തിൽ നിന്നും മറ്റൊരു ടെക്നീഷ്യൻ ഒരു സ്ഥാനം ഡയറക്ടർ കൃഷ്ണ പ്രിയദർശൻ എനിക്ക് ഈ ഫിലിമിൽ തന്നിരുന്നു. അത് കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ചീഫ് എന്ന് പറയുന്ന പോസ്റ്റിലായിരുന്നു. അപ്പം ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, കഴിവുള്ള പലരെയും കൈപിടിച്ചുയർത്താൻ മാക്സിമം നമ്മൾ ശ്രമിക്കും എന്ന്. കൂട്ടത്തിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം 32 ആർട്ടിസ്റ്റുകളെ ഒത്തിരി സിനിമകളിൽ പെർഫോം ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു പിടി ന്യൂ ഫേസുകളും ഉൾപ്പെടെ 32ഓളം ആർട്ടിസ്റ്റുകളെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാനും അവരെല്ലാവരും തന്നെ വളരെ ഗംഭീര പെർഫോമൻസ് ആലിയിൽ കാഴ്ചവെക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സെലക്ഷൻ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ചീഫ് എന്നുള്ള തലത്തിൽ ഈ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും തോന്നി. ഇനി ഓവറോൾ അത് അവരുടെ പെർഫോമൻസ് മൊത്തം എങ്ങനെയുണ്ടായിരുന്നു എന്ന് സിനിമയുടെ ടോട്ടാലിറ്റി വരുന്നത് റിലീസിങ്ങിലൂടെയാണ്. അവിടെയാണ് BGM-ഉം RR-ഉം എല്ലാം ഒക്കെ ചേർന്ന് സംഗതി പുറത്തേക്ക് വരുന്നത്. ഓഗസ്റ്റ് 14 ഈ സിനിമയുടെ ഒരു ഔട്ട്പുട്ട് വളരെയധികം മെച്ചപ്പെട്ട നിലയിൽ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വിഭവങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഓണത്തിന് കേരളത്തിന്റെ വിഭവങ്ങളുണ്ട്, തമിഴ്നാടിന്റെ വിഭവങ്ങളുണ്ട്, കുറച്ച് കർണാടകയുടെ വിഭവങ്ങളുണ്ട്, പിന്നെ അറേബ്യൻ വിഭവങ്ങളും ഈ ഓണത്തിന് ആലി എന്ന് പറയുന്ന സിനിമയിലൂടെ തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായ തരത്തിൽ ഒരുപാട് പേരെ കോർത്തിണക്കിക്കൊണ്ട് റീജിയണൽ ഹാർമണിയും റിലീജിയസ് ഹാർമണിയും ഇങ്ങനെ എല്ലാ തരത്തിൽ, അതിനേക്കാൾ എല്ലാം ഉപരി കൃത്യമായി 8 പാട്ടുകൾ കേട്ട് ഡയറക്ടർ തന്നെയാണ് ലിറിസിസ്റ്റ്. ആ പാട്ടുകളെല്ലാം വളരെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഓണത്തിന് നിങ്ങൾക്ക് ഈ സിനിമ കണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമസ്കാരം. നല്ലൊരു ഓണക്കാലം വരികയാണ്. അപ്പോ എപ്പോഴും നമ്മുടെ പ്രേക്ഷകര്, മലയാളി പ്രേക്ഷകര് പ്രത്യേകിച്ച് കുടുംബ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാറ്. ഈ സിനിമ അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ആലി എന്നുള്ള സിനിമ. ഒരു കുടുംബത്തിൽ നടക്കുന്ന, നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിംഗ് സബ്ജക്റ്റ് ഉണ്ട്.
ഇമോഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ സംഭവവും ഈ ആലി എന്നുള്ള സിനിമയിലുണ്ട്. അപ്പോൾ അതില് നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു ചിത്രമാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് ലേഡി ഡയറക്ടറുടെ ഒരു മൂവിയാണ്. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡി ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഒരു റോള് തരുമ്പോ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റാതെ, പക്ഷെ ആദ്യമായിട്ട് ഒരു ലേഡി ഡയറക്ടർ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ആ ഒരു ഇതും കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഒരു തറവാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണത്. അപ്പൊ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഓവറോൾ ഇതില് പാട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഇതിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ആലി ഇപ്പൊ പറഞ്ഞ പോലെ എന്റെ 4ാമത്തെ പടമാണ് റിലീസ് ആവുന്നത്. ബട്ട് ഹീറോ ആയിട്ട് വരുന്ന ഫസ്റ്റ് പടമാണ്. അത് ഹീറോസ് നമുക്ക് പ്രജിൻ ചേട്ടനും കൈലാഷൻ ഒക്കെ ഉണ്ട്. സോ ഒരു വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ എന്റെയും ഫസ്റ്റ് ഫീമെയിൽ ഡയറക്ടർ ആയിരുന്നു മാം. പിന്നെ UAE, തമിഴ്നാട്, കേരള എല്ലാ ഭാഗങ്ങളും നല്ലോണം കവർ ചെയ്ത് നല്ല വിഷ്വൽസും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ പടത്തില്. സോ മ്യൂസിക്കും കഥയും വിഷ്വൽസും എല്ലാം ഒന്നിച്ച് വരുമ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള സ്റ്റഫ് ആലിയിൽ ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ബാക്കി നിങ്ങൾ ചോദിക്കുന്ന പോലെ പറയാം. എല്ലാവർക്കും നമസ്കാരം. സംഗീതം ആയിട്ടാണ് എനിക്ക് ആലിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാല് എന്റെ സിനിമ മൊത്തം സിനിമയും ഞാൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ എല്ലാ സീൻസും കാണുന്ന എല്ലാവരുടെയും പ്രകടനങ്ങള് ഞാൻ ആസ്വദിച്ചു. ഓരോ സീൻസ് എന്റെ മനസ്സിലുണ്ട്. അതിനകത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ്, അതിലെ കോമഡി, ഡോക്ടർ രജത് കുമാർ അടക്കമുള്ള നിങ്ങളുടെയൊക്കെ കോമ്പിനേഷൻസിലുള്ളതൊക്കെ വളരെ രസകരമായ സീൻസ് ആണ്. പിന്നെ ബാക്കിയുള്ള സംഘർഷഭരിതമായിട്ടുള്ള രംഗങ്ങളുണ്ട്. അപ്പൊ എല്ലാം ചേർന്നുണ്ട്. തമാശയുണ്ട്, റൊമാൻസ് ഉണ്ട്, കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. ഡോക്ടർ രജത് ഇവിടെ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട് അല്ലെ. തമിഴും ശരിയാണ്. അത് പാട്ടുകളിലൂടെ അത് കൂടുതൽ വരുന്നുണ്ട് അല്ലെ, സംഗീതത്തിലൂടെ. അതെ, ഭാഷയില് പല ഭാഷകളിലും തമിഴും മലയാളം മാത്രമല്ല, മറ്റേ നമ്മുടെ അറബിക് ആൻഡ് ഹിന്ദി സോങ്സ് കൂടി ഇതിനകത്തുണ്ട്. ഞാനിതിൽ 2 സോങ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്, ഞാൻ മാത്രമല്ല. അപ്പൊ അവർക്കൊന്നും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ പല ഭാഗങ്ങളിലാണ്. അപ്പൊ അവരെയും സ്മരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പശ്ചാത്തല സംഗീതം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സിനിമ എന്താന്നുള്ളത് മനസ്സിലാക്കി ഡോക്ടർ കൃഷ്ണയോട് ഞാൻ പറയുകയും ചെയ്തു. അത് നല്ല രസകരമായ സസ്പെൻസും ഒക്കെ വളരെ വളരെ വലിയൊരു ട്വിസ്റ്റാണ്. ഒട്ടും വിചാരിക്കുന്നത്. ഞാൻ ഒരു രീതിയിൽ ചിന്തിച്ചു, നമ്മളിത് കാണുന്ന അവസാന ഭാഗത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷെ അതായിരുന്നില്ല. അപ്പൊ അതൊക്കെ വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പൊ അതൊരു പക്ഷേ കാണുന്നവർക്കും അത് അങ്ങനെ തോന്നാം, എനിക്ക് തോന്നുന്നു. സസ്പെൻസും ഒക്കെ തന്നെ. അപ്പൊ മൊത്തത്തിൽ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സിനിമയാണ്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എന്താ വെച്ചാൽ എനിക്കത് ഫീൽ ചെയ്തത്, ഈ നായകനും നായികയും അവര് തുടക്കക്കാര് ആണെങ്കിലും ആ തുടക്കത്തിൽ അവർക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ അത് അതിന്റെ മേക്കിംഗ്, അതിന്റെ ക്യാമറയും പറയണമല്ലോ. ബിക്കോസ് ക്യാമറയിലൂടെ ഡോക്ടർ കൃഷ്ണയുടെ ഡയറക്ഷനിലൂടെ ഇവരുടെയൊക്കെ പെർഫോമൻസിലൂടെ നമുക്ക് എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അത്തരം റൊമാൻസിൽ നിന്നും എന്തോ ഒരു പ്രത്യേകത ഈ ഒരു റൊമാൻറ്റിക് മൂവിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് എ റൊമാൻറ്റിക് മൂവി മാത്രമല്ല, ഈ പറഞ്ഞ ഡോക്ടർ കൃഷ്ണപ്രദേശം പറഞ്ഞ സംവിധായക പറഞ്ഞതുപോലെ കുടുംബ ചിത്രം കൂടി. അപ്പൊ എല്ലാം കൊണ്ട് പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പാട്ടിന്റെ പ്രത്യേകതകൾ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തമിഴും മലയാളവും ആ 2 കൾച്ചറും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പാട്ടിന്റെ വരികളിലും ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ തന്നെയാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ആ വരികളില് തമിഴും മലയാളവും ഭാഷകളുണ്ട്. അത് ഞാൻ എന്റെ മൂളുമ്പോൾ ആ പാട്ടിന്റെ കുറച്ച് വരികൾ ആലപിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് തമിഴ് വേർഡുകളുണ്ട്, മലയാളം വേർഡുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോംബോ മൂവി സോങ്സ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറെ നാൾക്ക് ശേഷം അങ്ങനത്തെ ഒരു സോങ് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ കമ്പോസ് ചെയ്യും. അതൊരു എനിക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പക്ഷെ മെലഡി കൈവിടാതെ, അത് ഡയറക്ടർക്ക് അത് വളരെ നിർബന്ധവുമായിരുന്നു.
ആ മെലോഡിയസ് ആയിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി തന്നെ ആവണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെലഡി ഉണ്ട് എല്ലാം ഇതിനകത്ത്. എന്നാൽ അത് പുതിയ ജനറേഷന് അത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും, യാതൊരു സംശയം വേണ്ട. അത് ആ രീതിയിലാണ് അതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്കിത് പറയാമെന്നുള്ള, ഞാൻ എപ്പോഴും പറയും, നമ്മൾ പ്രതീക്ഷയോടെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് പറയും, എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് വേറൊരു കാര്യം. എങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ നല്ലതാണ് എന്നാണ് ഞാനും പറയുന്നത്. അപ്പൊ എല്ലാവരും കാണണം. ഓഗസ്റ്റ് 14 സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് കലാകാരന്മാർക്ക് ഇത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് പറയുന്നു. അപ്പോൾ ആലി വന്നിട്ട് 14-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പോൾ അതിൽ ഞാനും ഉണ്ടെങ്കിൽ അതിൽ മാമാണ് കാരണം. മാം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാനായിട്ട് അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ടല്ലേ, അതുപോലെ എനിക്കുണ്ട്. കാരണം മാമിന്റെ ഒരു ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ രണ്ടാമത്തെ അതിലൊരു ജസ്റ്റ് ഒരു ഡയലോഗ് പോലും ഇല്ലാത്തൊരു സീനായിരുന്നു എനിക്ക്. ജസ്റ്റ് ഞാൻ വരുന്നു, എൻ്റെ ഒരു പോർഷനോട് കൂടി ആ പടം അവസാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം എന്നെ ഒരു ഡയലോഗ് ഉള്ള മൂവിയിൽ വിളിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഓർത്ത് വെച്ചിട്ട് എന്നെ വിളിച്ചു. അതിൽ കുറച്ച് ഡയലോഗ്, ഒന്നോ രണ്ടോ ഡയലോഗ്സ് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഈ ഫാമിലിയുടെ കൂടെ വന്ന് ഇരുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിൽ എക്സ്പ്രഷൻ നമുക്ക് താനെ വന്നു പോകും. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയണ്ട. ഇപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്യുമ്പം നമുക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡയലോഗ് ഉള്ളൊരു മൂവി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഐ എം ഗ്ലാഡ്. തീർച്ചയായിട്ടും. അല്ലാതെ ഇവരുടെ സെറ്റിൽ ഇവരെല്ലാവരും എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത്, ഇപ്പൊ മീഡിയയുടെ മുന്നിൽ എങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10 വർഷമായി. റാംവോക്ക് മോഡലാണ്. പക്ഷെ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു പോർഷനാണ്. ഞാൻ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. പക്ഷെ മാം എന്നെ ഒരു ഓഡീഷൻ അല്ല എടുത്തത്. ശരിക്കും പറഞ്ഞ് ക്യാമറയിൽ നോക്കി എൻ്റെ ഒരു പെർഫോമൻസ് നോക്കി പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ചെയ്തത്. ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ഐ എം റിയലി ഗ്ലാഡ് മാം. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ തന്നെ ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിക്കോട്ടെ അവരെല്ലാവരും നമ്മളോട് വന്ന് പറയാൻ വില്ലിങ് ആണ്. അത് കൊള്ളായിരുന്നു കേട്ടോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളതെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മളിപ്പോ ഒരു ആംഗിളിൽ നിൽക്കുമ്പോൾ ഞാൻ അതിന് വിസിബിൾ അല്ലെങ്കിലും പറഞ്ഞു തരുന്നുണ്ട്, ഗൂഗിള് കുറച്ചൊന്ന് നേരെ നിന്നാൽ നിന്നെ വ്യക്തമായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു വില്ലിങ് സീനിയേഴ്സിനായിരുന്നാലും മാമിനും ഉണ്ട്. ഐ എം റിയലി ഗ്ലാഡ്. കൂടുതൽ സംസാരിച്ചാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗം ആവാൻ പറ്റിയ സന്തോഷം. ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. അപ്പം ഏതാണ് ക്യാമറയുടെ കാര്യം അതിന് സാറാണ് പറഞ്ഞത്. പിന്നെ ക്യാമറ ഫേസില് പറയും രജി സാറാ പറഞ്ഞ്, മാം പറഞ്ഞു, സാറ് പറഞ്ഞു, ചേച്ചി പറഞ്ഞു. മേക്കപ്പിന്റെ കാര്യം ആയിക്കോട്ടെ, കുറച്ച് ഓയിലി ആണ്, കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ മാം പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പെക്ടേഷൻ വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രീ മൈൻഡായിട്ട് പോയി കാണുക. അപ്പൊ ഒരുപാട് സസ്പെൻസ് ഉണ്ട്, ചിരിക്കാനുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ പെർഫോമൻസ്. ഞാൻ തന്നെ അവിടെ നിന്നിട്ട് ലൈവായിട്ട് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ, അത് ഞാനും കുറച്ചും കൂടെ ചെയ്യാം. എനിക്കും ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വന്നു. സോ അതിനെല്ലാം ഇവരെല്ലാവരും ഒരു കാരണക്കാരാണ്. അപ്പോ ഒരു എക്സ്പെക്ടേഷൻ അല്ല, അതിനേക്കാളും ഒരു നമ്മൾ പോയിരുന്ന് കാണുക. അപ്പൊ നമുക്ക് ഒരു സ്റ്റോറി മനസ്സിലാവും. അത് റിയലൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഓണത്തിന് എല്ലാ മൂവിയുടെ കൂടെ ഈ ഒരു മൂവിയെയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. 2 പാട്ടുകളും ഞാൻ ചെയ്ത 2 പാട്ടുകളെ ചെയ്തിട്ടുള്ളൂ. ബാക്കി മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ തന്നെ പാടണമെന്നുള്ളത് ഡോക്ടർ കൃഷ്ണയുടെ ആഗ്രഹം കൊണ്ടും എന്തോ സൗരവിന്റെ നായകനുമായിട്ട് എന്തോ ഒരു ബ്ലെൻഡ്, എൻ്റെ വോയിസും ഒക്കെ എന്തോ മാച്ച് പോലത്തെ എനിക്ക് പക്ഷേ ഡൗട്ടായിരുന്നു. വെച്ചാൽ വളരെ യങ് ഏജിലേക്ക് എൻ്റെ വോയിസ് എത്രത്തോളം മാച്ച് ആകും എന്നൊക്കെയുള്ള എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് പറയുകയും ചെയ്തു. അപ്പം വേറെ സിംഗേഴ്സിനെ നോക്കിയപ്പോൾ നമ്മൾ ട്രാക്ക് പാടുമ്പോൾ ഉള്ളിലുള്ള സംഗീതം നമ്മൾ ഒരുപാട് നന്നായിട്ട് പാടിയിടും. അതിലേറെ നന്നായിട്ട് പാടാൻ പറ്റുന്ന സിംഗേഴ്സ് വരുമ്പോഴാണല്ലോ പാട്ട് കൂടുതൽ നന്നാവുന്നത് അല്ലേ. അപ്പം പക്ഷെ എന്നെയാണ് പറഞ്ഞത് ഞാൻ തന്നെ പാടിയാൽ മതി, ഇത് പിന്നെ അത് എൻ്റെ അതങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതിലെ ആലി എന്ന് പറയുന്ന സിനിമയുടെ പേര് ആലി എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആലി എന്ന് പറയുന്ന ആ പാട്ട് ആലി എന്ന് തന്നെ തുടങ്ങുന്നത് കൃഷ്ണൻ തന്നെ എഴുതിയതും അതിൻ്റെ ഒരു 3-4 വരി ഓപ്പണിങ് ചെയ്യാൻ പാടും. ആലി
ആലി മുത്തും മുത്തി അളികം അളകം കാറ്റിൽ തെന്നി പാറും അഴകും അഴയാതെ കൈകൾ നെഞ്ചം തൊടും ആലഭ്യമെന്നിൽ അഴലേകിയാളും കാതൽ 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 ആലി ആലി മുത്തം മുത്തി അളികം. ഇതാണ് ആലി എന്നുള്ള ടൈറ്റിൽ സോങ്. പക്ഷെ ഒരു സോങ് കൂടെ ഉണ്ട്, അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അത് കുറച്ചുകൂടെ ഈ മോഡേൺ രീതിയിൽ, അതും കൂടെ ഞാൻ 4 വരി പാടാത്. നിൻ അരികിൽ ഞാൻ എത്താം കിനാവിൽ കണ്ട പോലെ, നിൻ മിഴിയിൽ ഞാൻ മഴയായി നെഞ്ചോട് സൊല്ലാതെ പോയോ, നിമിഷമേ വേഗം കടന്നു പോ, ദിനമേ വേഗം മറഞ്ഞു പോ, എൻ ജീവനേ നീ എൻ ശ്വാസമേ, നിൻ അരികിൽ ഞാൻ എത്താം കിനാവിൽ കണ്ട പോലെ, നിൻ മിഴിയിൽ ഞാൻ മഴയായി നെഞ്ചോട് സൊല്ലാതെ പോയോ. ഇങ്ങനെ 2 പാട്ടുകളാണ് ഞാൻ സംഗീതിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തമിഴ് വാക്കുകളും ഉണ്ട് അതിനകത്ത്. പാടാൻ വേറൊരു പ്രത്യേക ഒരു സുഖം, മലയാളത്തിന്റെ കൂടെ തമിഴ്. താങ്ക് യു. റാപ്പും റോപ്പും അടിച്ചുപൊളിയും സെലിബ്രേഷൻ ഇങ്ങനെയുള്ള ന്യൂജൻ പാട്ടുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഒരു നല്ല ശുദ്ധ സംഗീതം എന്ന് പറയുന്ന രീതിയിൽ ഇത് ആസ്വദിക്കാൻ പറ്റുന്ന 8 പാട്ടുകൾ എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അറബിക് പാട്ട് ഉൾപ്പെടെ ഹിന്ദി പാട്ട് ഉൾപ്പെടെ നല്ല ശുദ്ധ സംഗീതത്തിന്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അത് ആസ്വാദം. തട്ടുപൊളിപ്പം പാട്ട് സാറാണ് അതിൻ്റെ അകത്ത്, സാറിനെ ഫുള്ള് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാർ അതും ചെയ്തിട്ടുണ്ട്. മാമിനോടാണ്. ഒരു ലേഡി സംവിധായിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ആ മേഖലയിൽ കടന്നു വരാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ അധികം, മലയാള സിനിമ എന്നല്ല സിനിമ മൂവി മേഖലയിൽ മൊത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും അവർക്ക്. ഞാനെപ്പോഴും അങ്ങനെ ചിന്തിക്കാറുള്ള. ഞാൻ ഒരുപാട് അങ്ങനെ എൻ്റെ വർക്കിനെ സംബന്ധിച്ചോ ഞാൻ എന്താണെന്നോ ഞാൻ ആരോടും സംസാരിക്കാറില്ല. ഞാൻ വരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക, അതാണ് എൻ്റെ രീതി. ഞാൻ കാണുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന്. അത് 6th സെൻസ് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും ഇതൊന്നും. സ്പിരിച്വലി ഹൈലി കണക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആര് എന്ത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, കുറേയൊക്കെ മനസ്സിലാവും. ഞാൻ അത്ര വലിയ ഹൈ ലെവലൊന്നും എത്തിയില്ല, ബട്ട് ലെവലിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽഡ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാനിങ്ങനെ മുന്നോട്ട് എത്തിയത്. അതിന് പ്രത്യേക ധൈര്യം വേണം. കഴിവിനേക്കാൾ ഉപരി ഹാർഡ് വർക്ക് എന്നുള്ള സംഭവമാണ് ഒരു ഡയറക്ടറിന് വേണ്ടത്. കാര്യം നമുക്ക് അഭിനയിച്ചിട്ട് പോയാൽ എളുപ്പം, പക്ഷെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഇത് മൊത്തം ഇത് ലാസ്റ്റ് കൊണ്ടുവന്ന് റിലീസ് ചെയ്യുന്നത് വരെ ഒരു ഡയറക്ടർക്ക് ഉറക്കമില്ല എന്നുള്ളതാണ് സത്യം. അത് അറിയണമെങ്കിൽ നമ്മളൊരു സിനിമ എടുക്കണം. ഇങ്ങനെ എടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും അത് എങ്ങനെയാണ് അത് പോകുന്നതെന്ന്. കാര്യം നമ്മൾ ഡബിങ് പോലെ സിനിമ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. നമുക്കിപ്പോൾ ആംഗിൾ ഫ്രെയിം ഒന്നും വേണ്ട. ഒരു ക്യാമറമാനെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നന്നായിട്ട് ചെയ്യാൻ, അദ്ദേഹത്തിന് നന്നായി ചെയ്യാനെങ്കിൽ ഒരു ഡയറക്ടർക്ക് എളുപ്പമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ് ഏറ്റവും കൂടുതൽ ഡയറക്ടറുടെ ജോബ് വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു സ്ത്രീക്ക് കഴിയണം ഇരുന്ന് ചെയ്യാനും അതിനോടൊപ്പം സഹകരിക്കാനുണ്ട്. എഡിറ്റേഴ്സ്, ഫീമെയിൽ എഡിറ്റേഴ്സ് വളരെ കുറവാണ്. സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഫീമെയിൽ സൗണ്ട് എഞ്ചിനീയേഴ്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ മെയിൽ സുഹൃത്തുക്കൾ വളരെ നന്നായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തു പോയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. ഞാൻ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സഹകരിക്കാനാണ് എല്ലാവർക്കും ചില ബുദ്ധിമുട്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. കാര്യം എല്ലാവർക്കും കുറേ ആളുകളുടെ ചിന്താഗതി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. സ്ത്രീക്ക് ഒരുപാട് കഴിവുണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. കാര്യം ഈ മേഖലയിൽ ഇപ്പൊ ഇവർക്ക് ഒന്നും അറിയത്തില്ല, ഇവർ വന്ന് എല്ലാം നമ്മളൊരു പഠനമാണ് അല്ലേ. നമ്മൾ ജനിച്ച ഉടനെ ക്യാമറ എടുക്കത്തില്ല.
നമ്മുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മൾക്കും ചെയ്യാൻ അറിയാം അല്ലെ. അപ്പൊ ചെയ്ത് പ്രാക്ടീസ് ആണ് നമ്മളെ ഒരു കാര്യത്തിൽ എത്തിക്കുന്നത്. അപ്പൊ എനിക്കൊരു പ്രാക്ടീസ് ഇല്ലാതെ ഞാൻ ഡയറക്ടറായി എന്ന് വിചാരിക്കും. ഞാൻ 3000-ലും 4000-ലും അധികം ആൾക്കാരെ കൊണ്ടെത്തിക്കുന്ന UAE-ലെ പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെയർപേഴ്സൺ ആണ്, ഒരു ഡയറക്ഷനാണ് മൊത്തം. അത്രയൊക്കെ ചെയ്യാമെങ്കിൽ 300-400 പേരുള്ള ടെക്നീഷ്യൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് എനിക്കൊരു സിനിമ എടുക്കാനായിട്ട് എനിക്ക് വളരെ ചെറുതായിട്ടാണ് ഫീൽ ചെയ്ത്. മെയിൻലി ചോദിച്ചത് കാര്യം സ്ത്രീകൾക്ക് എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. 10 വർഷമായിട്ട് 2 സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഞാൻ ഡയറക്ടറായിട്ട്. അവിടെ ഒരുപാട് ടീച്ചേഴ്സ്, കുറേ സ്റ്റാഫുകളുണ്ട്, 100-300 പിള്ളേരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാമെങ്കിൽ, ചെറുത് മുതൽ വലുത് വരെ കൺട്രോൾ ചെയ്യാമെങ്കിൽ നമുക്കൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ചേർത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പോകാം. അപ്പൊ പലർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാധ്യത ഇല്ലാതെ പോകുന്നത്. സ്ത്രീകളെല്ലാവരും മുന്നോട്ട് വരണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ നോക്കൂ, എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്. ഞാനിങ്ങനെ ഇതിന്റെ ഡിഫറൻസ് പറയുന്നതല്ല, സ്ത്രീകൾക്കും കടന്നു വരാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണിത്. ക്യാമറ ആണല്ലേ. എൻ്റെ ഫസ്റ്റ് ഞാൻ ആങ്കറിങ് ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറമാൻ അല്ല, ക്യാമറ വുമൺ ആയിരുന്നു. അനുപമയാണ്, പ്രസ് ക്ലബിലെ സെക്രട്ടറി കൂടെയാണ് പുള്ളിക്കാരത്തെ. അപ്പൊ അന്നും ഞാൻ സ്ത്രീകളുടെ കൂടെയാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഒന്ന് സ്ത്രീയായിരുന്നു, സ്മിത നമ്പ്യാർ. അപ്പൊ ഞാൻ വർക്ക് ചെയ്തതെല്ലാം സ്ത്രീകളുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്കും ഇത് കടന്നു വരാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എക്സ്പീരിയൻസ് വേണം, ക്ഷമ വേണം. നല്ല ക്ഷമയോടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു സിനിമ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ, റിലീസ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാം. ഹായ്, ചോദിക്കാനുള്ള നമ്മുടെ കൃഷ്ണൻ ചേട്ടനുണ്ടോ? കൃഷ്ണപ്രസാദ് ചേട്ടൻ കഴിഞ്ഞ 2 പടങ്ങളിൽ ബാഡ് ബോയ്സ് ആണെങ്കിലും വാഴയാണെങ്കിലും കോമഡി ആയിരുന്നു, അത്യാവശ്യം തമാശ. ഇപ്പൊ ഈ പടത്തിലേക്ക് വരുമ്പോ എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത്? ഇത് കോമഡി അല്ല, കുറച്ച് സീരിയസ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലത്തെ ഒരു ഇതല്ല, നായികയുടെ അച്ഛനാണല്ലോ, അമ്മയാണ്. അപ്പം അതിന്റെ ഒരു മെച്യൂരിറ്റി കാണിക്കണം. പിന്നെ ഈ പടം ഒരു ഈ പറഞ്ഞ പോലെ എല്ലാ കോമഡിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു അല്പം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കോമഡി ചെയ്യുമ്പോഴാണോ സീരിയസ് ചെയ്യുമ്പോഴാണോ പാട് അഭിനയിക്കുന്നത്? എപ്പോഴും ഏതും ഒരു നടനെ സംബന്ധിച്ചോളം വെല്ലുവിളികളാണ്. പക്ഷെ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഒരു നടനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചോളം അവർക്ക് അത് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത്, അത് കോമഡിന്നോ പിന്നെ വില്ലന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ഏത് വേഷം കിട്ടിയാലും അത് വിജയിപ്പിക്കാൻ സാധിക്കും. പിന്നെ അതിനകത്ത് റിസ്ക് എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ പ്രിൻസ് ഫാമിലി പടത്തില് ദിലീപ് എന്നോട് വർക്ക് ചെയ്തല്ലോ. അപ്പൊ ആ പടത്തിൽ നിന്നും ഈ ഒരു പടത്തിലേക്ക് എത്തുമ്പോൾ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആ ദിലീപ് എന്നോട് അഭിനയിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പറയാമോ? ഇപ്പൊ ആ പടം പടമാണ്, എന്നാലും ചോദിച്ചത് കണ്ടപ്പോ. ദിലീപേട്ടന്റെ കൂടെ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ പോലെയല്ല ഇതിലൊരു ടിപ്പിക്കൽ അമ്മ. പേടിയുണ്ടാവും ദിലീപ് എന്നോട് അഭിനയിച്ചപ്പോ? പേടിയിൽ കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മള് ചെറുപ്പത്തിലെ തൊട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. ഒരു കോമഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, അതില് കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാലയായിരുന്നു. വേറൊരു പടത്തിന്റെ ഒരു പരിചയത്തില് എന്നോട് വന്ന് ഒന്ന് ഓഡീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മീറ്റിംഗ് എന്നാ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഓഡീഷൻ ആയിരുന്നു. ഓഡീഷൻ ചെയ്തപ്പോൾ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ കൺഫേം ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇൻസൈറ്റ് വരുന്നത് ദിലീപേട്ടനാന്ന് അറിയില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് എന്നോട് പറയുന്നത് ദിലീപേട്ടനാണ് ആ ക്യാരക്ടർ. അതിലും മുന്നേ രേഖാചിത്രത്തിൽ അനശ്വരരാജിന്റെ അമ്മയായിരുന്നു, പത്മിനിയിൽ അനശ്വരയുടെ അമ്മയുടെ ആയിരുന്നു, ഗുരുവായൂർ അമ്പലനടയിൽ. അങ്ങനെ പടങ്ങൾ തുടക്കം തൊട്ട് ഞാൻ 369 ആയിരുന്നു എന്റെ തുടക്കത്തിലത്തെ. ആലിലത്തെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് ഇതില് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നായികയുടെ അമ്മയായിട്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ലേഡി ഡയറക്ടറുടെ കൂടെ ഉള്ളത്. ഇത് തമിഴിലും മലയാളത്തിലും ഉണ്ട്. അതിൽ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷണൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന നല്ല ഉറപ്പുണ്ട്.
എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നായകനോടാണ്. Hey. ഭയങ്കര ക്യൂട്ട്. ഹലോ ഹലോ. ഭയങ്കര ക്യൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ നായിക വേഷത്തിലും ആ ഒരു ക്യൂട്ട്നെസ് ആണോ ഉള്ളത്? നായിക പല പല ടൈപ്സ് ഓഫ് ഇമോഷൻസിൽ കൂടെ പോകുന്നുണ്ട്. ഒരു പോർഷനിൽ ഡെഫിനറ്റ്ലി ഭയങ്കര ക്യൂട്ടായിട്ടും ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു ആലീനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഡിഫറെന്റ് ലെയേഴ്സിലേക്ക് പോവുക ക്യാരക്ടറിന്റെ. വില്ലനായിട്ട് മാറുന്നുണ്ടോ അതില്? ആര്? ഞാനോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം മുന്നോട്ട് പോയി. അതറിയിടയ്ക്ക് നിങ്ങളെല്ലാവരും 14-ാം തീയതി പോയി ആലി സിനിമ കാണുന്നത്. അല്ല, കുറച്ച് ഹൈഡ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആലി അങ്ങനെ ഒരു ഹൈഡ് ഞാനിങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഹീറോ തന്നെ വന്നിട്ട് പടത്തിന്റെ സ്പോയിലർ ഒക്കെ പറയണുണ്ട്. ഞാനങ്ങനെ ഇത് പറയല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാൻ. അതെ, സസ്പെൻസ് പോയി പടം പോയി കഴിഞ്ഞാൽ എന്റെ പണി പോയി. എനിക്ക് അടുത്ത പടം വേണം ഗൈസ്. അല്ല, ഈ മുഖത്ത് മാത്രമേ ക്യൂട്ട്നെസ് കണ്ടുള്ളൂ. തമ്പുരാന്റെ മുഖത്ത് നല്ല ക്യൂട്ട്നെസ് ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ നല്ല ക്യൂട്ട്നെസ് ഉണ്ട്, അവിടെയുണ്ട് ക്യൂട്ട്നെസ്. എല്ലായിടത്തും വാരി വിതറിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ആലിയുടെ നായകന്റെ ക്യൂട്ട്നെസ് ആലി എന്ന നായകനെയാണ് നമ്മള്. ഈ ആലി എന്ന് പറയുന്ന സിനിമയിൽ മിക്കവർക്കും ക്യൂട്ട്നെസ് ആണുള്ളത്. എന്തുകൊണ്ടാണ് കാണുമ്പോൾ മനസ്സിലായില്ല, എല്ലാ പാർട്ടുകളും ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒന്ന് മെലിഞ്ഞതാ, ക്യൂട്ട്നെസ് ഇപ്പൊ പോയിരിക്കും. നല്ല ചപ്പി ഒരു നായകനാണ്. അല്ല, നമ്മൾ ഓരോ റോളിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് സ്റ്റൈലായിരിക്കുമല്ലോ പോകുന്നത്. ഇപ്പൊ ആലി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ക്യാരക്ടർ ആയിരുന്നു. UAE വർക്ക് ചെയ്യുന്നു. സോ എന്റെ ബോഡിയും ലാംഗ്വേജ് ആണെങ്കിലും ഞാൻ അഭിനയിക്കുന്നതാണെങ്കിലും പെരുമാറുന്നതാണെങ്കിലും അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെയ്ത ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. അപ്പൊ ഞാൻ നേരെ മുടിയെല്ലാം വെട്ടിയെല്ലാം പോയി. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ട്സ്റ്റാറിൽ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ബിലോ 30 ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ കോലം ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോ അടുത്തത് ഒറിജിനൽ ക്യൂട്ട്നെസ് കണ്ടിട്ടില്ല, അതാണ്. ഒറിജിനൽ ക്യൂട്ട്നെസ് കാണണമെങ്കിൽ ആലി കാണണം, അതാ ഞാൻ പറഞ്ഞത്. സാറിനോടാണ്. ദുബായിന്ന് വന്ന് ക്ഷീണിച്ചിരിക്കുമെന്ന് അറിയാം. സോ ഈ ഒരു മൂവിയിലേക്ക് വന്നപ്പോ ഓൾറെഡി ഒത്തിരി ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് വന്നൊരു ക്യാരക്ടർ വേഷം? കൃഷ്ണപ്രിയനെ ഒരു 10 വർഷം മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഇതായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ ആ വേഷം എൻ്റെ ഫേസ് അതിന് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്തിരുന്നില്ല. പക്ഷെ ആള് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് ഈ മൂവി വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ മൂവി എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പാസിങ് സീനാവെന്ന് വിചാരിച്ചത്. പക്ഷെ ചെന്നപ്പോൾ 2 ദിവസം എൻ്റെ ഒരു സ്ക്രിപ്റ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ഡോക്ടറുടെ വേഷമായിരുന്നു, ഡയലോഗ്സ് ഒക്കെയുള്ള ഒരു വേഷം. അപ്പോൾ ഒരു മൂവിയിൽ ആദ്യമായിട്ട് അഭിനയിക്കണമെങ്കിൽ പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കൃഷ്ണപ്രിയ നല്ല നമുക്ക് ഒരു മൂവി ചെയ്യണ ഒരു ടെൻഷനൊന്നും തന്നിരുന്നില്ല. വളരെ കംഫർട്ടബിൾ. അതിൻ്റെ കൂടെ പിന്നെ കോമ്പിനേഷൻ സീനിലുണ്ടായിരുന്ന സൗരഭമായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലൊരു ടീം വർക്കായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അവിടെ നല്ല ക്യൂട്ട്നെസ് ഉണ്ട്, കണ്ടില്ലേ? നല്ല ക്യൂട്ട്നെസ്. ക്യൂട്ട്നെസ് കൂടിയത് കൊണ്ടാണോ? അല്ല, ഇതില് ക്യൂട്ട് റോളാണ്, ക്യാരക്ടർ റോളാണ്. സാറിനോടാണ്. 10-20 വർഷത്തിന് മുകളിലായി കാണും സാർ ഈ ഫീൽഡിൽ എത്തിയിട്ട്. 20 അല്ലെങ്കിലേ ഉള്ളൂ. അപ്പം ഓൾറെഡി ഞാൻ നിക്കറിട്ട് നടക്കുന്ന സമയം തൊട്ട് KP അഭിനയിക്കാൻ തുടങ്ങിയത്. 20 ഒരുപാട് എക്സ്പീരിയൻസ്. 20 വർഷത്തിന് സാറിന് ഇപ്പൊ ഈ മൂവിയിൽ ഒരു അച്ഛൻ വേഷമാണല്ലോ വന്നിരിക്കുന്നത്. ശരിക്കും ഇതിനു മുമ്പ് അച്ഛൻ വേഷം ഏതെങ്കിലും മൂവിയിൽ ചെയ്തിരുന്നു? ഈ മൂവിയിൽ അച്ഛൻ വേഷം ചെയ്തപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ ഹെഡ് ചെയ്ത അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയ ഏതെങ്കിലും ഒരു സീനുണ്ടോ? ഈ പടത്തിലെ കാര്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഹേർട്ട് ചെയ്യുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് സസ്പെൻസ് എങ്ങനെയാണ് പൊളിക്കാം എന്ന് ചിന്തിച്ച് പല പല വഴികൾ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം കാണുന്നുണ്ട്, പക്ഷെ നമുക്കത് പറയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല. പിന്നെ ഞാൻ മഹാവീര്യർ എന്ന് പറഞ്ഞ പടത്തിൽ നായികയുടെ അച്ഛനായിരുന്നു. ഷഫീഖിന്റെ സന്തോഷത്തിൽ ഉണ്ണിയുടെ ഫാദറായിരുന്നു. എഴുത്തോല എന്ന് പറഞ്ഞ പടത്തില് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള വേഷം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് മെച്ചുവേർഡ് ലുക്ക് അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഇനി പ്രായമുള്ള വേഷത്തിലേക്ക് പോകണ്ടേ? ഈ പറഞ്ഞ പോലെ 20 വർഷമൊന്നും അല്ല, അദ്ദേഹം പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒക്കെ നമ്മളും പള്ളിക്കർ ഇടുന്നതിന് മുമ്പ് അഭിനയിച്ചു തുടങ്ങിയതുകൊണ്ടാണ് താങ്കൾ അത് കണ്ടത്. അപ്പൊ എന്തായാലും ഒരു 3 തലമുറയോടൊപ്പം അഭിനയിക്കാൻ അവിടെ ഇവിടെയൊക്കെ സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യവും സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മാഡത്തിനുണ്ട് 8 പാട്ട് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കാരണം? അതായത് ഇപ്പം നോർമലി ഇപ്പം ഇത്രയും പാട്ടുകൾ ഇപ്പം സാധാരണ മൂവിയിൽ ഉണ്ടാവാറുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്തത്? നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഡയറക്ടറായിട്ട് വന്നെന്നുള്ളത്. അതൊരു വലിയ ഹിസ്റ്ററിയാണ്. പക്ഷെ എന്റെ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം എഴുത്തായിരുന്നു. അതിൽ ഞാൻ പോയിന്റ്സ് നന്നായിട്ട് എഴുതും. ഇപ്പൊ ഉള്ള ആളുകളുടെ ഇതുപോലെ അല്ല എഴുത്ത്. അതിലെനിക്ക് തൃപ്തിയുള്ളതാണ്. അതിപ്പം തമ്പുരാൻ പറഞ്ഞല്ലോ. കാരണം എഴുതാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കഴിവല്ല, ആക്ച്വലി മേ ബി ഫ്രം നമ്മൾ എഴുത്തുകാരും നമ്മൾ ഈ പാട്ടുകാരും ഒക്കെ പറയുന്നത് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുന്നതാണ്. എഴുതുന്ന സമയത്ത് വാക്കുകൾ വരും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മീഡിയം പോലും ഇംഗ്ലീഷാണ്. പക്ഷെ ഞാൻ മലയാളത്തിൽ നന്നായിട്ട് എഴുതുന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാറില്ല ചിലപ്പോഴൊക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊരു മൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ കുറെ കാലം ഞാൻ എഴുതില്ലായിരുന്നു. എഴുതാത്തതിന്റെ കാരണം എന്റെ പിതാവ് എന്നോട് എഴുതണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്താണ്. ഞാൻ എഴുതുന്നതൊക്കെ സംഭവങ്ങളായിട്ട് കാണുകയും സംഭവിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തത് കൊണ്ട് എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഇനി മുതൽ എഴുതണ്ട. അങ്ങനെ ഞാൻ നിർത്തി എഴുത്ത്. പിന്നീട് എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം എന്നെ കൊണ്ട് എഴുതിപ്പിക്കായിരുന്നു. ഒരു പേനയോ പേപ്പറോ എന്റെ അവിടെ വീട്ടിലില്ല ആക്ച്വലി. പക്ഷെ എവിടെന്നോ ഒരു പേപ്പറും കിട്ടി, ഒരു പേനയും അവിടെ ഉണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, ഇതുപോലെ മഴ പെയ്യുന്നു, ഞാൻ എഴുതുന്നു. 16 വർഷമായി ഞാൻ മലയാളം എഴുതിയിട്ട്. ആ സമയത്ത് കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം മലയാളം, ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞതിന് ശേഷം മലയാളം സ്റ്റോപ്പ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പക്ഷെ ഒരു ലൈൻ പോലും അല്ലെങ്കിൽ ഒരു വേർഡ് പോലും, മലയാളത്തിലെ വേർഡ് പോലും തെറ്റാതെ എഴുതാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര അതിശയമായി. കാര്യം ഞാൻ മലയാള ഭാഷ എഴുതുന്നില്ല, വായിക്കുന്നില്ല, എന്നിട്ട് ഞാൻ എഴുതി. അപ്പൊ എനിക്കറിയാം ഞാനല്ലാതെ ചെയ്ത് എന്നെ കൊണ്ട് ഒരു ശക്തി ചെയ്യിപ്പിച്ചതാണ്. അതെന്റെ ഫാദർ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഞങ്ങള് സോങ്സ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ ആദ്യം വീഡിയോ സോങ്സ്, പിന്നെ വിഷ്വലൈസ് ചെയ്യുക. ആ സോങ്സ് ഇപ്പൊ കാര്യം ഇത്ര എളുപ്പമാണല്ലോ ഇപ്പൊ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അതിന് ചെയ്തു വന്നപ്പോ എന്റെ ഒരു ആഗ്രഹം സിനിമയിലെ എന്റെ ഒരു പാട്ട് കയറിയാൽ മതി. അതിനുവേണ്ടി ഞാൻ 2 കൊല്ലം നടന്നു. ആരും എനിക്ക് സാഹചര്യങ്ങൾ തന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ, എന്നെ എല്ലാരും പറയുന്നത് UAE പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി എന്നാണ്. കാര്യം എന്റെ സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികളെ പോലും ഞാൻ ഇന്നത്തെ നമ്മള് കുട്ടികൾ പഠിക്കുന്ന, അതായത് ഇപ്പൊ ജെൻസിയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പോലെ പഠിപ്പിച്ചിട്ട് ഒരു നേപ്പാളി കുട്ടിയാണ് എന്നോട് ഇത് പറയുന്നത്. KG2 കഴിഞ്ഞപ്പോൾ കുട്ടി പറയും, ഞാൻ ചോദിച്ചു നീ grade 1 പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, I have already finished my university. I said, what is it? I know about the world. അപ്പൊ നമ്മൾ പാഠപുസ്തകത്തിൽ മാത്രമല്ല പഠിപ്പിക്കുന്നത്, the whole international things ആണ് പഠിപ്പിക്കുന്നത്. എവിടെ പോയാലും ഒരു എയർപോർട്ടിന്റെ പേരും കൂടെ അറിയണം, അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്നെ എല്ലാവരും പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട്. കാര്യം ഏത് കാര്യത്തിനും ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇവൻ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയാലും ഒരു ഫിലിം തുടങ്ങിയാലും എല്ലാം റിസർച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോ എനിക്ക് പോയിട്ടാൻ അറിയാത്തതുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണേ കേട്ടോ. കാര്യം എന്റെ UAE-ലുള്ളവരാണെങ്കിൽ കൂടുതൽ പറഞ്ഞു തന്നെ എന്നെ കുറിച്ച്, അവർക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോ ഈ എഴുത്തിലേക്ക് ഞാൻ പറഞ്ഞു 2 കൊല്ലം ഞാൻ നടന്നു. അവസാനം ഒരു ഫിലിമിലേക്ക് എന്റെ സോങ് എടുത്തു. അവരെന്നെ എന്നോട് പറഞ്ഞു അഭിനയിക്കാനും വിളിച്ചു. ഞാൻ പോയി അഭിനയിച്ചു. കാര്യം ഞാൻ ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ തന്നെ എന്റെ ഇതില് ആളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കുക, അത് പറയാം. അപ്പോ അങ്ങനെ അഭിനയിച്ച് വെയിറ്റ് ചെയ്തു. 2 കൊല്ലം പിന്നെയും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ തന്നെ ഒരു സിനിമ, എന്നോടൊരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേറെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുകയും, പക്ഷെ ആ പ്രൊഡ്യൂസർ മാറുകയും പിന്നെ ഡയറക്ടർ പോവുകയും പിന്നെ അത് ഞാൻ തന്നെ എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സപ്പോർട്ടിന് മറ്റുള്ള ഞങ്ങളുടെ കമ്പനിയിലെ കോ പാർട്ട്ണറായിട്ടുള്ള സലീം കുഞ്ഞിപ്പ അദ്ദേഹവും കൂടെ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഈ സിനിമയെ നമ്മൾ ആക്കി ഫസ്റ്റ് ഫിലിം ആക്കി എടുക്കുക, റിലീസ് ചെയ്ത്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ, ബാലപാഠം പഠിക്കുക. പിന്നീട് 2ാമത്തെ സിനിമ ഇപ്പൊ എനിക്ക് എളുപ്പമുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നുണ്ട്. അപ്പം എഴുതുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ സോങ്സ് വരണം. ഇല്ലേ, ഞാൻ ഒരാളുടെ അടുത്ത് പോയി ചോദിച്ച് എൻ്റെ സോങ് വരുമോ ഇല്ലെന്ന് എനിക്ക് ഒരു അറിവുമില്ല. ഇന്ന് ഞാനൊരു സിനിമ എടുക്കുമ്പോൾ 8 സോങ് എൻ്റെ പുറത്ത് വരും. ഞാൻ ലിറിസിസ്റ്റ് ആണ്. എൻ്റെ ഓൾറെഡി കഴിഞ്ഞ സിനിമയിലെ 4 സോങ് നിങ്ങൾ ചെക്ക് ചെയ്ത് IMDb-ലൊക്കെ കാണും. 4 സോങ്സ് ലിറിസിസ്റ്റ് ആകുമ്പോൾ ഓൾറെഡി എന്നെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ 8ാമത്തെ സോങ്, അപ്പൊ 12 സോങ്. ഇനി അടുത്ത ഫിലിം മൊത്തം സോങ് ആയിരിക്കും ചിലപ്പോൾ. കാര്യം പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, ആർക്കും ബോറടിക്കത്തില്ല. അതുകൊണ്ട് 3 മിനിറ്റ് 5 സെക്കൻഡ്, 3 മിനിറ്റ് 10 സെക്കൻഡ് അങ്ങനെയൊക്കെ ഉള്ളൂ ഓരോ പാട്ടും.
നിങ്ങൾ അയ്യോ ഇനി കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ ഈ സിനിമയിലുള്ള പ്രത്യേകത വേറൊന്നാണ്. ഈ ആലി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് പോയി കാണുക. കാര്യം ആലി എന്ന് പറഞ്ഞ സോങ് 3 പ്രാവശ്യം സിനിമയിൽ വരുന്നുണ്ട്, പല പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ അതിന് ഭയങ്കര പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അത് ആ പാട്ട് പിന്നെയും പിന്നെയും അതിൻ്റെ അകത്ത് വരുന്നത്. 3 അല്ല 4 ലാസ്റ്റ് വന്നിട്ട് അത് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ആണ്. എൻ്റെ ടൈറ്റിലും കൂടെ പോകുന്നത് ആലി എന്ന് തന്നെ സോങ് ആണ്. അപ്പം സോങ് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ ഏത് സോങ് കേൾക്കാറ്? ഇപ്പോഴത്തെ മറ്റേ ഞാൻ പറയുന്നില്ല ആനിമൽസിന്റെ ഒക്കെ പേരൊക്കെ വിളിച്ചുകൊണ്ടുള്ള പാട്ടുകളാണോ, അതോ നല്ല വരികളുള്ള പഴയ വയലാറിന്റെ ഗാനങ്ങളും അല്ലെ? ONV കുറുപ്പിന്റെ എൻ്റെ അമ്മാവൻ എഴുത്തുകാരനാണ്, സി രാധാകൃഷ്ണനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പകർന്നു കിട്ടിയതും ആയിരിക്കാം. പിന്നെ എൻ്റെ അച്ഛനും എഴുതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പബ്ലിസിറ്റി ഒന്നും അന്നത്തെ കാലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒന്നും ആയില്ല. പക്ഷെ എഴുത്തിലാണ് നമ്മളുടെ എന്താ പറയുക എല്ലാം ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടില്ല. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടില്ല. പക്ഷെ ഞാൻ അപ്പൊ മനസ്സിലാക്കിയത് എനിക്ക് അവസരങ്ങൾ കൊടുക്കാൻ കഴിയുന്നു. ചിലപ്പോൾ അതായിരിക്കും ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കൊക്കെ കഴിവുണ്ടോ ഞാനത് നോട്ട് ചെയ്ത് വെക്കും, ഞാൻ അവർക്ക് അവസരം കൊടുക്കും. അതാണ് എൻ്റെ എയിം. അതിപ്രസാദല്ലേ, അപ്പൊ എന്തുകൊണ്ട് നായിക ഇതിന്റെ പ്രസ് മീറ്റിന് ഇവിടെ വന്നില്ല? നായിക ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് വരാൻ താല്പര്യമില്ലാത്തോണ്ട് പറഞ്ഞില്ല. ഒരു പക്ഷേ അവരെ വേറൊരു വർക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഈ മഴ പെയ്തു, ഇപ്പോഴത്തെ കാലാവസ്ഥ, റോഡിൽ കൂടെ വണ്ടി വരാൻ പറ്റും. ഇപ്പൊ KP ഇന്നലെ റൂം എടുത്ത് ഇവിടെ താമസിക്കും. അപ്പൊ അവരുടെ വരാനുള്ള സാഹചര്യം ആലപ്പുഴ വേറെ എവിടെ, ചിലപ്പോൾ ചെന്നൈയിലായിരിക്കും. അപ്പൊ വരാനുള്ള സാഹചര്യം പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാൾ വരാത്തത് കൊണ്ട് ഈ പ്രോഗ്രാം മാറ്റിവെച്ചില്ലല്ലോ, നമ്മളെ ഈ പ്രോഗ്രാം നടത്തിയില്ലേ. അപ്പൊ ഇതിനകത്ത് കുറച്ചുപേര് വന്നില്ല. കൈലാഷ് വന്നില്ലല്ലോ, കൈലാഷിന്റെ സുഹൃത്താണ്. പക്ഷെ കൈലാഷിന് വേറെ ഷൂട്ട് കിടക്കുകയാണ്. ആ ഷൂട്ടിൽ കൈലാഷ് ഒറ്റയ്ക്കല്ല, അതിൽ ബന്ധപ്പെട്ട് വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. പുള്ളിക്ക് മാത്രമായിട്ട് ഊരി വരുമ്പോൾ അവിടെയുള്ള പ്രൊഡ്യൂസറിന് അത് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരാൾ വരാത്തത് കൊണ്ട് പരിപാടി നടന്നില്ല എന്നല്ല, പരിപാടി ഗംഭീരമായിട്ട് നടക്കുന്നില്ലേ ഇല്ലേ? ആളുദ്ദേശം മനഃപൂർവ്വം വരാതിരുന്നാണോന്നായിരിക്കും. ചോദ്യത്തിന്റെ ടോൺ കേട്ടാണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് നായികയെ കൊണ്ടുവന്നില്ല, നായിക ഇവിടെ പോയി എന്നൊരു ക്രോസ് ക്വസ്റ്റ്യൻ പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ടല്ല നായികയാണല്ലോ വെച്ചേക്കുന്നത്. അപ്പൊ നായിക വരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളൊന്നും അല്ല കാണേണ്ടത്, നായികയാണ്. അതെ, അത് ഹൈഡ്. അപ്പൊ നിങ്ങൾക്ക് നായിക കാണാൻ നിങ്ങൾ തിയേറ്ററിൽ വന്നേ പറ്റും. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച 8 10 പേരുടെ ഈ ഓഡിയൻസ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിൽ 8 പേരോ 10 പേരോ തിരുവനന്തപുരത്ത് വന്നു, തൊടുപുഴയിൽ നിന്ന് വന്നു. നായകന്റെ കൂടെ അഭിനയിച്ച രാജേഷ് ഉണ്ട്, അബദ്ധത്തിൽ കയറി വന്ന് അഭിനയിച്ച മനോജ് ഉണ്ട്, പിന്നെ സുരേഷ് തിരുവല്ല, ഞങ്ങളുടെ പോലീസുകാരൻ. സാറ് പോയോ? തിരുവല്ല സാറത് ഇവിടെയുണ്ട്. സാറിതിൽ പ്രത്യേക ഒരു ഡിഫറെന്റ് വേഷമാണ് ഇട്ടേക്കുന്നത്. സാറാണ് ഇവിടെ കോമഡി നടത്തുന്നത്. അതുകൊണ്ട് എല്ലാരും ഉണ്ട്. ചിലര് വന്നില്ല എന്ന് വെച്ചിട്ട് അതൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല. വന്നാലും ഇരിക്കാൻ വേണ്ടേ. പിന്നെ ഒരു കാര്യോടെയും, പിന്നെ ഓഗസ്റ്റ് 14 വലിയ വലിയ സിനിമകൾ ഉണ്ട്, സൂര്യയുടെ സിനിമ, അങ്ങനെ വലിയ വലിയ സിനിമകൾ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ ഈ സിനിമ കൊണ്ടുവന്നു? ഓണത്തിനൊരു സദ്യ വേണ്ടേ? ചിക്കൻ ബിരിയാണി മാത്രം പോരല്ലോ, ഓണത്തിനൊരു സദ്യ വേണം. ആ സദ്യ ഞങ്ങളുടെ സിനിമ, അതാണ് ഉദ്ദേശം. പിന്നെ താങ്ക് യു. പേഴ്സണലി ഒരു കാര്യമാണ്, എന്താണ് കോകിലേനെ കാണാൻ തമന്നയുടെ ഒരു ലുക്ക് ഉണ്ട്. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തമന്നേനെ പോലെ ഉണ്ടെന്ന്? ഇവര് തന്നെ അന്തം വിടുന്നു ആണോ? അല്ല മോനെ, ഏത് ഭാഗം കണ്ടിട്ടാണ് ഇതായിരുന്നു ലൊക്കേഷനില് അങ്ങനെ കളിയാക്കുന്നല്ല, ഹ്യൂമർ ഉണ്ടായിരുന്നു. നല്ല ക്യാരക്ടർ ചെയ്തു. പക്ഷെ ഞങ്ങളോടൊപ്പം ഇത്രയും ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇതുവരെയും തമന്നയുടെ ഒരു ഭാഗം പോലും കാണാൻ പറ്റില്ല. നീ തമന്നയുടെ ഏത് ഭാഗം കണ്ടു? ഇതിൽ കൂടുതൽ ട്രോൾ എനിക്ക് കിട്ടുന്നില്ല. ആ ക്വസ്റ്റ്യൻ അവനെ തോന്നി, അവനെ തോന്നി. അപ്പൊ എന്നോട് രണ്ടുപേര് പറഞ്ഞു. അതെ അതെ. പക്ഷെ എന്റെ മോനെ, നീ ആര്യ സിനിമ കണ്ട കോകിലയുടെ വേറെ ഒരുപാട്
ഇതൊന്നും അല്ല ഞെട്ടുന്നേ, മനസ്സിലായോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്റെ അടുത്ത് അങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഐ എം ഗ്ലാഡ്. ഒരാളെ പോലെ 7 പേരുണ്ടല്ലോ അല്ലേ, അതിൽ ഒരാളാണ് ഞാൻ എന്നിരിക്കട്ടെ കുറച്ചൊക്കെ. ബട്ട് താങ്ക് യു സോ മച്ച്. കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു. ഇനി ഭാവിയിൽ ഗോകുല എന്നൊരു പേരിൽ ഞാൻ അറിയപ്പെടട്ടെ. കുറച്ച് പേരുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. ആൻഡ് താങ്ക് യു ടു മാം ഓൾസോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റും. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി, രേഖാചിത്രം, വാഴ, ഓട്ടംതുള്ളൽ, ഈ സിനിമയൊക്കെ വലിയ വലിയ ഡയറക്ടറിന്റെ കൂടെയായിരുന്നു ഇത്രയും അഭിനയിച്ചതല്ല. അപ്പൊ ഇതുപോലെ ഒരു പുതിയ ഡയറക്ടറിന്റെ ഒപ്പം സിനിമയിൽ വന്നപ്പോഴുള്ള അനുഭവം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇന്ന ഡയറക്ടറുടെ കൂടെ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നല്ല കഥാപാത്രങ്ങൾ, നല്ല സ്റ്റോറി ഏതാണോ ഞാൻ അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. നമ്മൾക്ക് അഭിനയിക്കാനുള്ള അത് ഉണ്ടോ, വെറുതെ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ടോ വന്ന് പോയിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് രജിത് സാറാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ആയിരുന്നു ആ കഥാപാത്രം അഭിനയിക്കാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇന്ന വലിയ പടങ്ങൾ. ലതയും ഞാനും തമ്മിൽ 4 പടങ്ങൾ ഒരുമിച്ച് ചെയ്ത്, 4 ഇപ്പം SK വരാൻ പോകുന്നുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഫിക്സ് ചെയ്തപ്പോൾ ലത വളരെ കംഫർട്ടബിൾ ആയിരുന്നു, ഹാപ്പി ആയിട്ട് വന്നു. ഒരു പ്രോബ്ലവും ഇല്ല, ഒരു ഡിമാൻഡ് ഇല്ല, വളരെ ഹാപ്പി ആയിട്ട് കന്യാകുമാരിക്ക് വന്നു, ചെയ്തു കഴിഞ്ഞിട്ട് കന്യാകുമാരി ദേവിയുടെ ഒരു പ്രതിമ പോലെയുള്ളത് എനിക്ക് സമ്മാനവും തന്നിട്ട് പോയി. അതെന്റെ പൂജാമുറി. എനിക്കൊരു വേഷം തന്നത് സാറാണല്ലോ. അപ്പൊ സാറ് പ്രതീക്ഷിച്ചു സാറിന്റെ വൈഫായിട്ട് കൊണ്ടുവരും. വേഷം തന്നെ ഇല്ലാതാക്കളത്. അല്ല, കോമഡിയാണ്, ആക്ച്വലി കോമഡിയാണ്. അല്ല, ഭാര്യയുണ്ടോ ഭാര്യയില്ലേ മക്കളുണ്ടോ അതെല്ലാം സിനിമയിലൂടെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ഡയറക്ടർ കാണിച്ചു തരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ സംതിങ് ഡിഫറെന്റ് ആണ്. എന്താണ് കുറെ സിനിമ ചെയ്തല്ലോ, ഇനി എന്നൊരു വില്ലൻ വേഷത്തിലേക്ക് വരും. കാരണം ചേട്ടനെ കണ്ടറിയാം, പഴയ സിനിമകളിലെ വില്ലന്മാരുടെ ലുക്ക് ഉണ്ട്. നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. ആ താടിയും കണ്ണും എല്ലാം കാണുമ്പോൾ വില്ലന്മാരെ. അല്ല, ഇത് നമ്മൾ വിചാരിച്ച കിട്ടുന്നതല്ല. ഡയറക്ടർമാര്, പ്രൊഡ്യൂസർമാര്, ആ പ്രൊഡക്ഷൻ ടീം അവർ തീരുമാനിക്കണം ഏത് ക്യാരക്ടർ കൊടുക്കണം, ഏത് കൊടുത്താൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പം ആക്ച്വലി പറഞ്ഞ 36 പടം കഴിഞ്ഞു. എൻ്റെ 24 പടം വരാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഈ 36 പടത്തിലും ഞാൻ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഈ സാധാ ഓർഡിനറി ഡോക്ടർ, അധ്യാപകൻ, വക്കീൽ അങ്ങനെയുള്ള വേഷത്തിനേക്കാൾ ഉപരി വ്യത്യസ്തമായിട്ടുള്ള ഞെട്ടിക്കുന്ന വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. കാരണം ഒരു നല്ല ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഈഗോയും ഇല്ലാതെ എന്തും ചെയ്യാൻ കഴിയണം. ബലാത്സംഗം, പീഡനം, സൈക്കോ, മെന്റൽ, അതുപോലെ PK-യിൽ അമീർ ഖാൻ തകർത്തതുപോലെ അങ്ങനെ വെറൈറ്റി വേഷങ്ങൾ വരുമ്പോൾ മോൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ഏകദേശം 7 പടങ്ങൾ വരുന്നുണ്ട്. അതിൽ ഞാൻ ത്രൂ ഔട്ട് വില്ലനാണ്. അത് ഞെട്ടുന്ന ചില സാധനങ്ങൾ ഉൾപ്പെടെ മിക്കവാറും വരും മാസങ്ങളിൽ റിലീസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ റിയൽ ആർട്ടിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അത് കാത്തിരുന്ന് കാണുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് ഇപ്പം എനിക്ക് കൂടുതൽ കിട്ടുന്നത്. ഇതിൽ ഒരുപാട് പേരോട് എനിക്ക് നന്ദിയുണ്ട്. തുടക്കത്തിൽ തന്നെ രജിത് സാറിനോട് നന്ദി പറഞ്ഞിട്ട്, കാര്യം കാസ്റ്റിംഗ് സാറ് കുറേ പേര് തന്നവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന് നല്ല രീതിയിൽ നമുക്കിത് അഭിനയിച്ച് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ എന്നോടൊപ്പം നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എഡിറ്റർ അബു ജിയാദിനോട് സ്പെഷ്യൽ നന്ദി എല്ലാവരും മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം അബു ജിയാദ് എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലെങ്കിൽ ഈ സിനിമ ഇന്ന് ഫൈനലിൽ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മാത്രമല്ല, ഇതിന്റെ കൂടെ ഉള്ളവർ, അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. കാര്യം നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അബു ജിയാദ് എന്ന ഒരു വ്യക്തിയാണ്, അതാണ് എഡിറ്റർ കേട്ടോ. അതിന്റെ കഥകളൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഞാൻ അനുഭവിച്ച തിക്ത അനുഭവങ്ങളൊക്കെ ചോദിച്ചല്ലോ, അപ്പൊ പറഞ്ഞു. എഡിറ്ററെ ഒന്ന് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. രാവിലെ പോലെ ആയതുകൊണ്ട് അവൻ പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ പോയി കേട്ടോ. എറണാകുളത്ത് വരാൻ പോകുന്ന നായകനാണ്, അതുകൊണ്ട് ഇപ്പോഴേ റെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ കൂടെ ഒപ്പം നിന്ന് എൻ്റെ ഹസ്ബൻഡ് ഒപ്പം നിന്നിട്ടുണ്ട്. എന്നോടൊപ്പം ഞങ്ങളുടെ കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സലീം കുഞ്ഞിപ്പ. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സപ്പോർട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ സിനിമ റിലീസിംഗിലേക്ക് എത്തുന്നത്. നമ്മളെ കൂടെ ഇല്ല, കാര്യം അദ്ദേഹത്തിന് അങ്ങനെ വന്നിരിക്കുന്ന ഇഷ്ടമല്ല. നമ്മളെ പുറത്തുനിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടായിട്ടും എന്തൊക്കെ ചെയ്യണോ, ലീഗലിയുള്ള ഇഷ്യൂസ് ആണെങ്കിലും പ്രശ്നങ്ങളും എല്ലാം അദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ പ്രൗഢിയായിട്ട് ഇരിക്കുന്നത്.
നമ്മൾ എൻ്റെ കൂടെ എല്ലാവർക്കും ഇരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫിലിം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി. അതുകൂടെ നിങ്ങൾ ഓരോരുത്തർക്കും വന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളാണ് ഞങ്ങളുടെ ആലി സിനിമ വിജയമാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഇയറിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു വിമൻ ഡയറക്ടർ. സാധ്യതയോടെ നിൽക്കുന്ന വിമൻ ഡയറക്ടറെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സാധ്യതകൾ ഇനിയും ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് നമ്മുടെ ആലി സിനിമ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ക്രിട്ടിസൈസ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് കുറവുണ്ടെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താലേ എനിക്ക് ബെറ്റർ ആയിട്ട് പിന്നെയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിൽ നല്ലത് കണ്ടാൽ നല്ലത് പറയണം. നിങ്ങൾ നല്ലൊരു റിവ്യൂ നിങ്ങൾ പറയണം. അല്ലെ ഒരുപാട് പേർക്ക് അതൊരു ഗുണം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഒരു നന്ദി എനിക്കിവിടെ ഉണ്ട്. എപ്പോഴാണ് ഒരു സെക്കൻഡ് എടുക്കണം. അപ്പോ തീർച്ചയായിട്ടും ഈ സിനിമ ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയം തൊട്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം കൊണ്ട് കാര്യങ്ങൾ പറയുകയും കൃത്യമായിട്ട് ആദ്യം മുതൽ തന്നെ എന്നെ ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നു. ഈ സിനിമ ഇത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഇത്രയും പെട്ടെന്ന് ഇത് റിലീസ് ചെയ്യിക്കാൻ ഉള്ള എല്ലാ വഴികളും തുറന്നു തന്നതിന് ഞാൻ സർവശക്തനായ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത്. കാരണം കൃഷ്ണ അല്ലാതെ വേറെ ആരായിരുന്നാലും ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ എത്തുമോ എന്നുള്ളതിന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം സ്ട്രഗിളുകൾ, അത്രത്തോളം എന്താ പറയുക, പല സാഹചര്യങ്ങൾ, പല സിറ്റുവേഷൻസ്, ലൊക്കേഷൻസ്, കാലാവസ്ഥകൾ, പിന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ പോയിട്ടുള്ള അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന സിനിമ കൃഷ്ണ ഡയറക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കൈപ്പൊള്ളലേറ്റ് വന്ന ഒരു ലേഡി ഡയറക്ടർ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഞാനായിരുന്നുവെങ്കിൽ ഞാൻ മാളത്തിൽ കയറി ഒളിച്ചിരുന്നേനെ. പക്ഷെ ചലഞ്ചസ് എടുക്കാനും അതെടുത്ത് വിജയിപ്പിക്കാനും ഒരു സ്ത്രീക്ക് എത്രമാത്രം കഴിയും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒട്ടും പുറകിലേക്ക് പോകാതെ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ 8 കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ, തൻ്റെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തണം, അറിയപ്പെടണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്ത് നമ്മളെ കൂടെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായി തന്നെ ഈ വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കൃത്യമായി അബുദാബിയിൽ ഇരുന്നുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഡബ്ബിംഗ് എല്ലാം നമ്മളെ വിളിച്ചിട്ട് അത് ചെയ്യിപ്പിച്ചു, എല്ലാം കോർഡിനേറ്റ് ചെയ്തു. ഇത് ഓർക്കണം, ഒരു സ്ത്രീ കേരളത്തിലല്ല ഇന്ത്യയിലല്ല മറ്റൊരു രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ പടം എല്ലാം ഫൈനൽ ഔട്ട് വരെ ആക്കി ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഓഗസ്റ്റ് 14 അത് റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണ പ്രിയദർശൻ എന്ന് പറയുന്ന, ഞാൻ പണ്ട് 3 അവാർഡ് കൊടുത്ത് ആദരിച്ച മിടുക്കിയായ പെൺകുട്ടിയല്ല, എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന വളരെ മിടുക്കിയായിട്ടുള്ള ഒരു ഡയറക്ടറും എഴുത്തുകാരിയും ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ടാലന്റഡ് വുമണാണ്. ഐ റെസ്പെക്ട് യു. താങ്ക് യു കൃഷ്ണയ്ക്കും ബാക്കി നമ്മുടെ ക്രൂവിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് ടെക്നീഷ്യൻസിനും, പിന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ വന്ന എല്ലാവർക്കും നമുക്ക് നന്ദി വേണം. കാരണം വേദഗ്രന്ഥങ്ങൾ പറയുന്നു ജനങ്ങളിൽ അധികം പേർക്ക് നന്ദിയില്ല എന്ന്. നന്ദിയില്ലാത്തവർക്ക് അധികകാലം ഉയരാൻ പറ്റത്തില്ല, കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ കുമ്പള പോലെ പൊങ്ങത്തേ ഉള്ളൂ. ആ നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ പറ്റിയെങ്കിൽ റിയലി സോറി. ബാക്കിയെല്ലാം തമാശയും കാര്യങ്ങളുമായിട്ട് എടുത്താൽ മതി. നല്ലൊരു പടം, അത് ഉറപ്പിച്ച് പറയാം. ആലി ഓണത്തിന് അത് തീർച്ചയായിട്ടും മറ്റ് എത്ര വലിയ പടങ്ങളാണെങ്കിലും അതിനോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന നല്ല സ്ക്രിപ്റ്റ്, നല്ല മേക്കിംഗ്, നല്ല എന്റർടൈൻമെന്റ്, നല്ല റൊമാൻസ്, നല്ല ഫാമിലി മെസ്സേജുകളുള്ള ഒരു നല്ലൊരു പടമാണ് ആലി. ആ ആലി വിജയിപ്പിക്കാൻ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.